നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പെരുവള്ളൂർ വരപ്പാറ ജംഗ്ഷനിൽ മരാമത്ത് റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മുൻപേ അപകട കേന്ദ്രമാണ് ഈ ജംഗ്ഷൻ. അപകടം നടന്ന ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഹാലിനെയും സാദിഖിനെയും ജീവൻ രക്ഷിക്കാനായില്ല. മത്സ്യബന്ധനത്തിന് പോയ യുവാവ് കടലിൽ വീണ് മരിച്ചു. പൊന്നാനി മീൻ തെരുവ് സ്വദേശി മാമുവിന്റെ മകൻ ഷൗക്കത്താണ് മരിച്ചത്. കോഴിക്കോട് വിമാനത്താവളത്തിലെ റസ വികസന പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തുന്ന ജോലി ആരംഭിക്കാനിരിക്കെ വഴി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പരിസരവാസികൾ. എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശമുള്ള ഭൂമിയിലൂടെ കടന്നുപോകുന്ന ക്രോസ് റോഡ് ഏതു സമയവും ഇല്ലാതാകും. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമായിട്ടും പകരം റോഡൊരുക്കുന്ന നടപടി നീളുകയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടപ്പാക്കിയ പാർക്കിംഗ് ഫീസ് പരിഷ്കരണം യാത്രക്കാരെ വലച്ചു. കൗണ്ടറിന് മുൻപിൽ ഫീസിനെ ചൊല്ലി തർക്കവും ഗതാഗത കുരുക്കും മുറുകിയതോടെ പലപ്പോഴും പോലീസിനും ഇടപെടേണ്ടി വന്നു. അതിതീവ്ര മഴയെ തുടർന്ന് നാടുകാണി ചുരം മേഖലയിൽ റോഡിലേക്ക് വീണ മരങ്ങളും മണ്ണും കല്ലും പൊതുമരാമത്ത് നിരത്ത് വിഭാഗം പൂർണ്ണമായും നീക്കി. കനത്ത മഴയിലാണ് ചുരം മേഖലയിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും ഗതാഗതം മുടങ്ങിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന പഴയ എയ്ഡ് പോസ്റ്റ് നവീകരിച്ചാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. രാജ്യം 77ാം സ്വാതന്ത്ര്യവർഷം ആഘോഷിക്കുന്ന വേളയിൽ 77 കിലോമീറ്റർ ദൂരം ഓടി റണ്ണേഴ്സ് മഞ്ചേരി സ്പോർട്സ് ക്ലബ്ബ് സ്വാതന്ത്ര്യവർഷം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA മഞ്ചേരി IGBT ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.